ടീച്ചറിന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ, അതിന് ഇറങ്ങാൻ പറ്റാവുന്നതല്ല, അതുകൊണ്ടാണ് ഒന്ന് ലേറ്റ് ആയത്. 5 മിനിറ്റ് അല്ല, 5 കൂടുതലായി. ഓക്കെ, ഞാൻ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഓൾറെഡി സൈക്കോളജി ടീച്ചറാണ്. അപ്പൊ മോണ്ടിസോറിയിലൂടെ നമ്മൾ സൈക്കോളജി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത. നമുക്ക് അങ്ങനെ ഇങ്ങനെ ഒരു മണിക്കൂറിൽ ചിലപ്പോ ചില സംശയങ്ങളൊന്നും നിങ്ങൾക്ക് തീരില്ല. അപ്പൊ ഇന്നിപ്പോ പഠിപ്പിച്ചത് നമ്മൾ പാരാസൈക്കോളജിയാണ്. നിങ്ങൾക്ക് അറിയാമോ പാരാസൈക്കോളജി? അറിയാമോ എല്ലാവർക്കും? കേട്ടിട്ടുണ്ടോ? പറഞ്ഞില്ലേ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട് അല്ലെ? യെസ്. എന്താണ് പാരാസൈക്കോളജി? അപ്പൊ അവര് പ്രേതമുണ്ടെന്ന് ഭയങ്കര നിബന്ധന ഐക്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അതിനെങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ചെറിയൊരു തർക്കം ഉണ്ടായി, അതിന് അത് തീർത്തുകൊണ്ടിരിക്കുന്നത്, അത് ഇറങ്ങാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ടാണ്. സോറി കേട്ടോ. ഓക്കെ, പ്രേതമില്ല. ആര് പറഞ്ഞു പ്രേതം ഉണ്ടെന്ന്? MSc സൈക്കോളജി ഇല്ലടോ, ഇവിടെ മോണ്ടിസോറി കോഴ്സ് ഉണ്ട്. അവിടെ നമ്മളൊരു സബ്ജക്ട് സൈക്കോളജി അവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ടോപ്പിക്കാണ് കമ്പൽസറി ആയിട്ട് അതിലെടുക്കുന്നത് കേട്ടോ. യെസ്, നമ്മള് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയില് കൺസേൺസ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. കൺസേൺസിന്റെ 3 കോണ്ടസ്റ്റുകളിൽ പറഞ്ഞു നമ്മൾ ലീഗൽ, എത്തിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ലീഗൽ ഇങ്ങനെ പറഞ്ഞു തന്നല്ലോ കുറച്ച്. ലീഗൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? ലീഗൽ കോണ്ടക്സ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ്. 1940 ഏതുതരം റൈറ്റ്സ് ആണ് രൂപപ്പെട്ടത്? 1940 പേജ് നമ്പർ 54. 1940 ഏതുതരം റൈറ്റ്സ് ആണ് രൂപപ്പെട്ടത്? ഓർമ്മയുണ്ടോ ഇന്നലെ പറഞ്ഞത്? റൈറ്റ് ടു ഡിറ്റർമിൻ വാട്ട് ഷാൽ ബി ഡൺ വിത്ത് ഹിസ് ബോഡി. ഏത് റൈറ്റ്സ് ആണ്? ഒരു രോഗിക്ക് അവരുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളത് റൈറ്റ്സ് 1916 രൂപാന്തരപ്പെട്ടത്. 1915 എന്ത് സംഭവിച്ചത്? 1915 എന്ത് സംഭവിച്ചു? ഡോക്ടേഴ്സ് ഹാസ് ടു ഡിസ്ക്ലോസ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ഡീറ്റെയിൽസ് അല്ലെ. ഡോക്ടേഴ്സിന് ചികിത്സയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ രൂപപ്പെട്ടത് 1915. ഇനി 1975 1975 that American courts articulated the reasonable person standard, which required that physician disclose the information that a reasonable person would I want to know in a similar situation. In 1975 എന്താണ്? Doctors had to share a information reasonable person would want to know. അതായത് ഒരു ന്യായബോധമുള്ള ഒരാള് അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ ഡോക്ടറിന് പങ്കിടേണ്ടി വരും. അതായത് ഒരു പേഷ്യന്റ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഇവിടെ റീസണബിൾ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായമുള്ള പേഷ്യന്റിനെയാണ് ആ ഒരു വേർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് ഒരു പേഷ്യന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് വെളിപ്പെടുത്തേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നത് എന്നാണ്? 1975. അത് അമേരിക്കൻ കോർട്സ് ആണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏത് ഫിസിഷ്യൻ ആണോ ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്നത്, ആ പേഷ്യന്റ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് ഓരോ പേഷ്യൻസിന് അവരെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാവും അല്ലെ, ട്രീറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസ്കുമായി ബന്ധപ്പെട്ട്. അത്തരം കാര്യങ്ങൾ അവർ ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നുള്ള അവകാശങ്ങൾ, അതിന്റെ വാദങ്ങൾ ഉത്ഭവിച്ചത് ഏത് വർഷമാണ്? 1975 കേട്ടോ. ഓക്കെ, അതായത് ഒരു പേഷ്യന്റ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡോക്ടറിന് പങ്കിടേണ്ടി വരുന്നത് 1975 മുതലാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട്, not only should decision maker understand relevant information, he or she should also be able to appreciate
the information's importance and use, it weigh treatment options in a light of their values. ഇനി ഈ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങളുടെ വില അല്ലെ, ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുടെ വില ആര് മനസ്സിലാക്കിയിരിക്കണം? രോഗി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അതിനൊരു വാല്യൂ കൊടുക്കുകയും ചെയ്യണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം കൺസേണിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഒരാളുടെ ജീവൻ വെച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ആര് കൊടുത്തിരിക്കണം? ആ പേഷ്യന്റ് കൊടുത്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം രോഗി അവിടെ തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ, അതായത് അതിന്റെ ലീഗൽ ആയിട്ടുള്ള എല്ലാ വശങ്ങളും കൃത്യമായ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിന്റെ ആഫ്റ്റർ എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കണം ആ രോഗി അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ, യെസ്. നമ്മളിവിടെ ഈ 3 ഇയേഴ്സ് ആണ്, 3 ഈ 3 ഇയർ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1940, then 1975 and 1950s. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. ആ ഇയേഴ്സിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, then legally simple concern protect patients against assault and battle. ഇവിടെ ബാറ്റിൽ എന്നാണ്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ബാറ്ററി എന്നല്ല, ബാറ്റിൽസ്. ബാറ്റിൽസ് മീൻസ് യുദ്ധങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ എന്നുള്ളൊരു മീനിങ്. ഓക്കെ, battery in the form of unnecessary medical procedures, higher standard informed concern for the safeguard patients' right to autonomy, self-determination and inviolability. ഓക്കെ, അപ്പോ ഈ സിമ്പിൾ കൺസേൺ ശരിക്കും പറഞ്ഞാല് രോഗിനെ പല കാരണങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അതായത് എന്താണ്, എന്തെങ്കിലും രോഗിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ആക്രമണങ്ങളിലോ മറ്റെന്തെങ്കിലും ബാറ്റിൽസിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊസീജിയറിൽ നിന്ന് തന്നെ എന്താണ് രോഗിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ കൺസേൺസ് വാങ്ങിക്കുന്നത്. കാരണം എന്താണ്, നമുക്കറിയാം കൺസേൺസിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ രോഗിക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് ചെയ്താലുള്ള ഈ പ്രൊസീജിയർ ചെയ്താലുള്ള ബെനഫിറ്റ്സും റിസ്ക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അതിൽ സൈൻ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞ ഒരു തരത്തിൽ നോക്കിയാൽ എന്താണ്, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൂടി തന്നെയും അതെ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ കൂടി അവിടെ നോക്കുന്നുണ്ട് അല്ലെ. അവർക്ക് വ്യക്തമായ വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് അവർ അതിനെ സംബന്ധിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ലീഗലി ഇത്തരം ഒരു പ്രൊസീജിയർ ഉള്ളത് എന്താണ്, പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ പറയുന്നത് ഓരോ സ്റ്റേറ്റ്സ് വൈസ് ആയിട്ട് ഇവിടെ കനേഡിയൻ മെഡിക്കൽ പ്രൊട്ടക്റ്റീവ് അസോസിയേഷന്റെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ടീച്ചർ അത് കംപ്ലീറ്റ് വായിക്കുന്നില്ല, ഞങ്ങൾ ചുരുക്കിയാണ് പറയുന്നത്. കനേഡിയൻ മെഡിക്കൽ പ്രൊട്ടക്ഷനില് ഇവിടെ നമ്മൾ ഈ ലീഗൽ ആയിട്ടുള്ള കാര്യം എടുക്കുമ്പോൾ ഓരോ രാജ്യത്തും ഓരോ രീതികളാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയില് ഈ മെഡിക്കൽ പ്രൊസീജിയറിന് വേറെ രീതിയാണ്, കനേഡിയയിൽ വേറെയാണ്. പല രാജ്യങ്ങളിലും എന്താണ് ലീഗലി വൈസ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യത്യാസം ഉണ്ടാവും അല്ലെ. എല്ലാ റൂൾസും എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ ആയിരിക്കോ? നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ അത് ഫോളോ ചെയ്തിട്ടാണ് ഓരോ ഹോസ്പിറ്റൽസും, ഓരോ രാജ്യത്തിന്റെ ഹോസ്പിറ്റൽസിൽ അവരുടേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവരുടെ കോടതി നിയമങ്ങളോ അല്ലെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷൻസ് ഉണ്ട് കൺസേണുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കനേഡിയൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഇതിലുള്ള വ്യത്യസ്ത കനേഡിയൻ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലെ ഒരു സ്ഥലം ഇവിടെ കനേഡിയൻ മാത്രമാണ് ഇവിടെ സൂചിക്കുന്നത്. അവിടെ പറയുന്നത് എന്താ വെച്ചാല് വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ പോലെ തന്നെ പറയുന്നത് എന്താണ്, some jurisdictions use reasonable person standard, while other continue to use older standard of the reasonable physician. Therefore, it is important for clinicians to determine the precise standard used in their jurisdictions and to adapt their practice accordingly. ഇവിടെ ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ഈ കൺസേൺ എന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ഓരോ രാജ്യത്തും അവരുടെ വ്യത്യസ്ത നിയമങ്ങൾ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ പാലിക്കുന്നത്. അതായത് റീസൺ, കൃത്യമായിട്ടുള്ള റീസൺ അതിൽ കൺസേണിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല വ്യക്തമായിട്ട് പേഷ്യന്റിന്റെ സമ്മതത്തോട് കൂടി തന്നെ ആയിരിക്കണം
എന്താ ഈ കൺസേൺസ് വാങ്ങിക്കുന്നത്. ഇതിലൊക്കെ നമ്മൾ നേരത്തെ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ നിയമങ്ങളിൽ പഠിച്ചതുപോലെ തന്നെ എന്താണ് അവിടെയും ഒരു റീസണബിൾ ആയിട്ടുള്ള ഫിസിഷ്യന്റെ കാര്യകാരണങ്ങൾ വ്യക്തമാക്കിയിട്ടായിരിക്കണം ആ കൺസേൺസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓരോ രാജ്യങ്ങളിലും ലീഗൽ കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള നിയമങ്ങളും നിയമാനുസൃത മാനദണ്ഡങ്ങളും ഉണ്ട്. അത് പാലിച്ചിട്ടാണ് അവര് ഓരോ സ്റ്റാൻഡേർഡ്സും പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, യെസ്. ഒരു രാജ്യത്തിൻ്റെതനുസരിച്ചിട്ട് ആ ഡോക്ടേഴ്സും എന്ത് പാലിക്കേണ്ടതുണ്ട്, അവരുടെ ഹോസ്പിറ്റൽ പറയുന്ന റെഗുലേഷൻസ് പാലിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രമാണ് അവരുടെ കൺസേൺസുമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവരവിടെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അത്രമാണ് ഈ ലീഗലി കോണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. പറഞ്ഞത് മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് എത്തിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കാം. നമ്മളത് പഠിച്ചത് ലീഗൽ കോണ്ടെക്സ്റ്റ് കൺസേൺ അല്ലെ, നിയമപരമായിട്ടുള്ള ലീഗലിന്റെ ആ ഒരു വിശദാംശങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി ഇത് എത്തിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താണ് എത്തിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അല്ലെ, തികച്ചും എങ്ങനെയാണ് എത്തിക്കൽ ഗോൾ ഓഫ് ഇൻഫോംഡ് കൺസേൺ ഈസ് സംവാട്ട് മോർ കോൺസെപ്ച്വൽ ആൻഡ് ഐഡിയോളജിക്കൽ, seeking to respect patient autonomy by ensuring that treatment is directed toward the end desired and chosen by the patient. നമ്മളിവിടെ കൺസേണിന്റെ എത്തിക്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ ആ ഒരു റൈറ്റ്സിന് റെസ്പെക്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ എത്തിക്കൽ വശം കൺസേൺസിൽ കാണുന്നത്. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ ആ ഒരു ഓട്ടോണമി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ഇതിന്റെ എത്തിക്കൽ സൈഡ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അതായത് എത്തിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും നമ്മൾ പേഷ്യൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഫിസിഷ്യൻ സെന്റേർഡ് അപ്രോച്ചിനേക്കാളും നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, മോർ പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ച്. പേഷ്യന്റ് സെന്റേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ഇവിടെ ഫിസിഷ്യൻ ആണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? എത്തിക്കൽ സൈഡ് നോക്കുമ്പോൾ ഡോക്ടറിനല്ല അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മോർ ഇമ്പോർട്ടൻറ്റ് ആർക്കാണ്? എത്തിക്കൽ സൈഡ് നോക്കുമ്പോൾ പേഷ്യന്റിനാണ് അല്ലെ. ഒരു പേഷ്യന്റ് സെന്റേർഡ് അപ്രോച്ചസ് ആണ് നമ്മൾ ഈ എത്തിക്കൽ ഭാഗങ്ങളിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. അതായത് പേഷ്യൻസിന്റെ ഡിഗ്നിറ്റീസ് അല്ലെങ്കിൽ അവരുടെ എല്ലാത്തരം അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അതിന്റെ പരാമർശം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ സൈഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Informed concern is intended to shift the ethical paradigm for decision making away from physician-centered models to more patient-centered approach. ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏത് തരം ഇവിടെ രണ്ട് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു, ഡയാലിസിസ് ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്. ഇനി നമ്മൾ ഈ ഡയാലിസിസ് പ്രൊസീജിയറും കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് കൺസേൺ ആവശ്യമാണോ? കൺസേൺ ചെയ്യുന്നുണ്ടോ കീമോതെറാപ്പിക്കും ഡയാലിസിസിനൊക്കെ? രോഗിയുടെ സമ്മതം ആവശ്യമാണോ അതിന്, ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട്? ആവശ്യമാണോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അവരവിടെ ഇത് പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്, പേഷ്യന്റിന്റെ ഓട്ടോണമിക്കാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അവർ കൊടുക്കുന്നത്. അതിനാൽ തന്നെ എന്താണ്, ഏത് തരം പ്രൊസീജിയർ ആണെങ്കിൽ കൂടി എന്താണ് അത് കണ്ടിന്യൂലി ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു കൺസേൺ ചെയ്യുന്നത് മൂലം നമ്മൾ ഈ കൺസേണിൽ സൈൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ബാക്കി എന്ത് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ആ ഒരു പ്രൊസീജിയർ അവിടെ നടന്നിട്ടുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഏതുതരം പ്രൊസീജിയർ ആണെങ്കിൽ കൂടി എന്താണ് അത് നമുക്ക് ആ പ്രൊസീജിയർ അവിടെ നടന്നിട്ടുണ്ടെന്ന് ആ ഒരു ഡോക്യുമെന്റേഷൻ നോക്കുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കും, ആ ഒരു പ്രൊസീജിയർ അവിടെ നടന്നിട്ടുണ്ടെന്ന് അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, മാത്രമല്ല എന്താണ്, the concern from should not be confused with the concern process for simply document that process has taken places. Importantly, other part of the patient records. മാത്രമല്ല നമ്മൾ ഈ കൺസേൺ ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെന്റേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അതായത് ഇതൊക്കെ ഒരു രേഖയായിട്ടാണ്, എത്തിക്കൽ ആയിട്ടാണെങ്കിലും ലീഗൽ ആയിട്ടാണെങ്കിലും എന്താണ് നമ്മളിത്
ഡോക്യുമെന്റ് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ്സുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്? ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതിനാണ് ലീഗൽ പർപ്പസസിന് ആവശ്യമായിട്ട് വരാം അല്ലെ. അതായത് ഇൻ കേസ് എന്തെങ്കിലും തരത്തില് ക്രമക്കേടുകളോ എറേഴ്സോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രൂഫായിട്ട് നമുക്ക് എന്ത് വേണം? ഈ ഒരു തരം കൺസേണിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ കൺസേണിന്റെ ഡോക്യുമെന്റേഷൻ നമ്മുടെ കയ്യിലുള്ള ആവശ്യമാണ്. ഓക്കെ, മാത്രമല്ല എന്താണ് യെസ് മെഡിക്കോ ലീഗൽ കേസസ് പോലുള്ള കേസുകളൊക്കെ വരാണെങ്കിൽ ഇത് ആവശ്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരം റെക്കോർഡ്സുകളെല്ലാം തന്നെ ക്ലിനിക്കലായിട്ടും ഓപ്പറേറ്റീവ് ആയിട്ടുള്ള നോട്ട്സുകളെല്ലാം തന്നെ നമ്മൾ എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. അതായത് ഏത് തരം പ്രൊസീജിയർ ആണ്, ഇപ്പൊ കൺസേൺ മാത്രമല്ല എന്ത് പ്രൊസീജിയേഴ്സ് നടന്നാലും നമ്മൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം റെക്കോർഡിക്കുകയാണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു ഡ്രഗ് കൊടുക്കാനാണെങ്കിലും ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒരു ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് തുടങ്ങി മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഓൾറെഡി എല്ലാം റെക്കോർഡാണ് അല്ലെ. റെക്കോർഡ് ചെയ്യുന്നതിന് എന്താണ് കാരണം? ഇത്തരത്തിൽ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സഹായമാകുന്നതിന് വേണ്ടി നമ്മൾ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ കൺസേൺ അല്ലെങ്കിൽ സമ്മതം എന്നത് നമ്മൾ എത്തിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ പേഷ്യൻസിന്റെ റൈറ്റ്സിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് എത്തിക്കൽ കോൺസെപ്റ്റ് പോകുന്നത്. അത് മാത്രമല്ല ഇവിടെ ഫിസിഷ്യനേക്കാൾ കൂടുതൽ ഫിസിഷ്യൻ സെന്റേഡ് അപ്രോച്ചസിനേക്കാൾ കൂടുതൽ പേഷ്യന്റ് സെന്റേഡ് ആയിട്ടുള്ള അപ്രോച്ചസിനെയാണ് എത്തിക്കൽ വശങ്ങൾ മനസ്സിലാക്കുന്നത്. ഇൻ കേസ് ഇത് കീമോ ആണെങ്കിലും ഡയാലിസിസ് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എന്താണ് നമ്മൾ അവിടെ ഒരു കൺസേൺസ് ആവശ്യമായിട്ട് വാങ്ങിക്കുന്നത്. മാത്രമല്ല എന്താണ് ഈ കൺസേൺ നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ആ ഒരു പ്രൊസീജിയർ അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഇത്തരം ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് അറിയാൻ സാധിക്കും. മാത്രമല്ല ഈ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം അയച്ച ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നോ? അറ്റൻഡ് ചെയ്തിരുന്നോ മോക്ക് ടെസ്റ്റ്? ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ PGയുടെ ക്വസ്റ്റ്യൻസിന്? ഉണ്ടോ? ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, ശരി. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോണ്ടെക്സ്റ്റും കൂടി നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് കോണ്ടെക്സ്റ്റ്, ലീഗൽ കഴിഞ്ഞു, എത്തിക്കൽ കഴിഞ്ഞു, നെക്സ്റ്റ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ പഠിച്ചു അല്ലേ. അതിൽ ഇൻവോൾവ് ആവുന്ന 3 പാർട്ടികൾ എന്ന് പറയുന്ന ആരൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവില്? പേഷ്യന്റും ഡോക്ടറും പിന്നെ ആരാണ്? ഹോസ്പിറ്റൽസും അല്ലെ. അവരെ 3 പേര് പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഒരു കൺസേണുമായി ബന്ധപ്പെട്ട് അല്ലെ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ തലയിൽ കയറുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, ഭാഗ്യം. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് നോക്കുന്ന കാര്യത്തിൽ ഇവിടെ നമ്മൾ പഠിക്കാനാണെങ്കിൽ ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളാണ്. അതായത് ആശുപത്രിയിൽ ഒരു പ്രക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ പ്രക്രിയ നടന്നു അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ നടന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് എന്താ? സമ്മതപത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സമ്മതപത്രവുമായി ബന്ധപ്പെട്ട് എന്താണ്? ഒരു ചെക്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണോ നടന്നിരിക്കുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ കുറച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടൊരു ചെക്ക് ലിസ്റ്റ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അതിൽ കൃത്യമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടോ, അതിൽ സൈൻ കൃത്യമായിട്ടുള്ള സൈൻ അതിന്റെ കറക്റ്റ് പോയിന്റ് പൊസിഷനിൽ തന്നെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്തുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നത്. അപ്പൊ നമുക്ക് നിർബന്ധമായിട്ടും ഏറ്റവും നോക്കേണ്ട ഒരു കാര്യം എന്താണ്? സൈൻ ആണ് അല്ലെ.
സൈൻ. സൈൻ എന്താണ്? സൈൻ. വാട്ട് ഈസ് സൈൻ? സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്താണ്? കൺസേണില് സൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം, അല്ലെങ്കിൽ ഒപ്പിടുക എന്നുള്ളതാണ് എന്ത് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗം എന്ന് പറയുന്നത്. നമ്മളിപ്പോ പ്രൊസീജിയർ വായിച്ചതിനെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. ഒപ്പുവെക്കലാണ്, ഒപ്പ് വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തലാണ് അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ ജോലി എന്ന് പറയുന്നത്. സിഗ്നേച്ചർ നിർബന്ധമായിട്ട് നമ്മള് ഒപ്പ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, യെസ് യെസ്, കറക്റ്റ് പ്രൊസീജിയർ ടു കറക്റ്റ് ബോഡി സൈഡ് ചെക്ക് ലിസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. ഇനി അതുമായി ബന്ധപ്പെട്ട് അപ്പൊ സിഗ്നേച്ചർ നമുക്ക് കിട്ടാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താണ് 4 എലമെന്റ്സ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ലീഗൽ ആൻഡ് എത്തിക്കൽ ലിബേർട്സ് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ആ ഡോക്യുമെന്റേഷൻസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എലമെന്റ്സുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് കൺസേണുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷന് പാലിക്കേണ്ട കുറച്ച് എലമെന്റ്സുകൾ, അല്ലെങ്കിൽ കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ് അതിൽ വരുന്നത് ഇൻഫോംഡ് കൺസേണുമായി ബന്ധപ്പെട്ട്. ഒന്നെന്താണ്? ദ ഡിസിഷൻ മേക്കർ. ഡിസിഷൻ മേക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഷ്യന്റ് അല്ലെങ്കിൽ സറോഗേറ്റ്. ഡിസിഷൻ മേക്കർ എന്നിവിടെ പറയുന്നത് പേഷ്യന്റിനെയാണ്. ഓക്കെ, ദ ഡിസിഷൻ മേക്കർ ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു മേക്ക് ഡിസിഷൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ പിള്ളേരെ, ഈ അഡ്മിനിസ്ട്രേഷൻ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് തിരഞ്ഞെടുക്കുന്ന 4 എലമെന്റ്സുകളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഡിസിഷൻ എടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞിരിക്കണം? പൂർണ്ണമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം? പേഷ്യന്റിന് ഉണ്ടായിരിക്കണം, അല്ലെ? അതാണ് ഡിസിഷൻ മേക്കർ എന്നിവിടെ പറയുന്നത്. ഫസ്റ്റ് ആരാണ്? പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന് അത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നതാണ് ആദ്യത്തെ എലമെന്റ്. ഓക്കെ, രണ്ടാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിഷ്യൻ ഷുഡ് ഡിസ്ക്ലോസ് സഫിഷ്യന്റ് ഡീറ്റെയിൽസ് ഫോർ ദ ഡിസിഷൻ മേക്കർ ടു ആൻ ഇൻഫോംഡ് ചോയ്സ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ആ ഡോക്ടർ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ റിസ്ക്, ബെനഫിറ്റ്സ്, അല്ലെ, ആ ഒരു പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ആരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം? പേഷ്യന്റിനെ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ആ ഇൻഫർമേഷൻസ്, ആ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The decision maker should show his or understanding of the disclosed information. മൂന്നാമത്തെ കാര്യം എന്താണ്? ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചിട്ട്, അതായത് ഡോക്ടർ വെളിപ്പെടുത്തിയ കാര്യങ്ങളില് കാര്യം പറഞ്ഞതിന് ശേഷം രോഗി പിന്നെയും എന്താണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെ? അതെന്താണ്? തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? പേഷ്യന്റിനാണ്. ദെൻ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ പറയുന്നത് ആരാണ്? ഡോക്ടറാണ്. ദെൻ ഡോക്ടർ പറഞ്ഞ വിശദാംശങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ആരാണ്? പേഷ്യന്റ് ആണ്. അതാണ് മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ എലമെന്റ് എന്താണ്? ദ ഡിസിഷൻ മേക്കർ ഷുഡ് ഫ്രീലി ഓതറൈസ് ദ ട്രീറ്റ്മെന്റ് പ്ലാൻ. ഫ്രീലി ഓതറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രോഗിയെ നമ്മള് പുഷ് ചെയ്തിട്ടാണോ തീരുമാനം എടുക്കേണ്ടത്? രോഗിയെ പുഷ് ചെയ്തിട്ടാണോ തീരുമാനം എടുക്കേണ്ടത്? രോഗി അല്ല, അല്ലെ? സ്വതന്ത്രമായി രോഗി സമ്മതിക്കണം, അല്ലെ? രോഗിയെ നമ്മൾ പ്രഷർ ചെയ്തിട്ടല്ല, സ്വതന്ത്രമായിട്ടായിരിക്കണം നമ്മള് രോഗിയിൽ നിന്ന് ആ സൈൻ വാങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന സമയത്ത് കൺസേണുമായി ബന്ധപ്പെട്ട് ഈ 4 കാര്യങ്ങൾ, ഈ 4 എലമെന്റ്സ് ആയിരിക്കണം അഡ്മിനിസ്ട്രേഷൻ ആ ഡോക്യുമെന്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പാലിക്കേണ്ട 4 എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ഇങ്ങോട്ട് പറയണോ? മനസ്സിലായോ? യെസ്, ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവില് പാലിക്കേണ്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഇനി ഒരു 5 കമ്പോണൻസിനെ കൂടി ഇവിടെ പറയുന്നുണ്ട്. 5 കമ്പോണൻസ് കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസിൽ ഈ 4 എലമെന്റ്സ് ട്രാൻസ്ലേറ്റ്, അതായത് നമ്മൾ ഈ പറഞ്ഞ 4 എലമെന്റ്സുകളില്ലേ, ഇപ്പൊ ആദ്യം പറഞ്ഞ ഈ 4 എലമെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 5 കമ്പോണൻസ് ആയിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പൊ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ 5 കമ്പോണൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കാം.
that should be included in discussion seeking to obtain informed consent, diagnosis, the proposed treatment, attend risk and benefits of the treatment, alternative treatments and the risk and benefits of declining treatment. നമ്മളിപ്പോ പറഞ്ഞ 5 കാര്യങ്ങളെ 4 കാര്യങ്ങളെ 5 കമ്പോണൻസ് ആക്കി മാറ്റുമ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത്? ഡയഗ്നോസിസ്. എങ്ങനെയാണ് ആളെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്തത്, ഏത് ട്രീറ്റ്മെന്റ് ആണ് പ്രപ്പോസ് ചെയ്തത്, ഏതൊക്കെ റിസ്കും ബെനിഫിറ്റ്സും ആ ട്രീറ്റ്മെന്റിനുണ്ട്, എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റിസ്കും ബെനിഫിറ്റ്സ് അതിൽ വരുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിരസിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് വിസമ്മതിച്ചു കഴിഞ്ഞാൽ ആ രോഗിക്ക് എന്ത് സംഭവിക്കും? ഓക്കെ, അങ്ങനെ 5 കമ്പോണൻസ് ആക്കി, നേരത്തെ പറഞ്ഞ 4 എലമെന്റ്സിൽ നമ്മൾ 5 ആക്കി ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് രോഗം നിർണയിച്ച് ഡയഗ്നോസിസ് ചെയ്ത് എങ്ങനെയാണ്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രപ്പോസ് ചെയ്തത്, എന്തൊക്കെ റിസ്ക് അതിൽ പറയുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇതിൽ അവൈലബിൾ ആണ്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പിന്നെ അതായത് ഓപ്ഷൻസ്. ഓൾട്ടർനേറ്റീവ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അതേപോലുള്ള കാര്യങ്ങൾ. ഇനി അല്ലാതെ ഈ ട്രീറ്റ്മെന്റ് എടുക്കാതെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വിസമ്മതിച്ചു കഴിഞ്ഞാൽ ആ രോഗിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ എന്താണ് കൺസേൺസിന്റെ 5 കമ്പോണൻസ് ആക്കിയിട്ടാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്. ഈ 5 കമ്പോണൻസിന്റെ പേരുകൾ നിങ്ങൾ പഠിക്കണം, അത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഇവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്യണേ. ഡയഗ്നോസിസ് മുതൽ ഡിക്ലൈനിങ് ട്രീറ്റ്മെന്റ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി പെട്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗം ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് മാത്രം ഒന്ന് വായിക്കാം കേട്ടോ. മനസ്സിലായല്ലേ? ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്തുള്ളൂ, ഇതിലുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് why is informed consent important in health care? ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇത് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കുറെ മിക്സ് ചെയ്ത് പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നില്ലേ? ചെറിയൊരു കാര്യമാണ്, ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആണ് ഇതിന് പോകുന്നത്. എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയറിലെ ഇൻഫോംഡ് കൺസേണിന്റെ ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ്? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അനുയോജ്യമായ തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു കൺസേൺ അവരെ സഹായിക്കുന്നുണ്ട് അല്ലെ? നോക്കാം,
Informed consent creates trust between doctor and patient by ensuring good understanding. അല്ലെ, ഈ ഒരു ഇൻഫോംഡ് കൺസേൺ ഉള്ളത് കൊണ്ട് എന്താണ് ഡോക്ടേഴ്സ് പേഷ്യന്റും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നിലനിർത്താനായിട്ട് സാധിക്കുന്നു. It also reduces the risk of both the patient and doctor. ഡോക്ടറിനെയും പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടാവുന്ന ഒരു മെയിൻ റിസ്ക് അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ എന്താണ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, with excellent communication about risk and option, patient can make choices which are best for them and physician face less risk of legal action. ഈ ഡോക്ടർ നല്ല രീതിയിൽ പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഇൻഫോംഡ് കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ആ രോഗിക്ക് എന്തൊക്കെ അവസ്ഥകൾ വരുന്നു, എന്തൊക്കെ റിസ്ക് വരുന്നു, ഇത് അല്ലെങ്കിൽ മറ്റു ചോയ്സുകൾ ഏതൊക്കെ തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റി വിശദമായ വിശദീകരണങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് രോഗിക്ക് മികച്ച തീരുമാനം എടുക്കാനും ഡോക്ടറിന് എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് വന്നാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇൻഫോംഡ് കൺസേൺസ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് ടിക്ക് ചെയ്തിട്ടേക്കണേ. ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫ് ജസ്റ്റ് ഒരു ടിക്ക് കൊടുത്താൽ മതി, ഒന്ന് സ്ട്രെസ് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, yes. Then no one can guarantee positive outcomes in healthcare settings, but informed consent at least ensure patient understand the risk they undertake with the treatment. It is also the law. When patients agree to treatment, they must sign paperwork indicating they understand the risk, and agreeing doctors can take specific life-saving measures if needed. ഇനി നമുക്കറിയാമല്ലോ, ഒരു ഹെൽത്ത് സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു, നമുക്ക് ഹെൽത്ത് കെയറിലെ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? എപ്പോ വേണമെങ്കിലും നമ്മുടെ ഇപ്പൊ നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എപ്പോ വേണമെങ്കിലും എന്താണ് ആളുടെ കണ്ടീഷൻ മാറാം, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നടക്കുന്നത്. അത് അവിടുന്ന് ഒരു പോസിറ്റീവ് ഔട്ട്കംസിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല നമുക്ക്. ആർക്കും എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം, അല്ലെ? യെസ്, ഇപ്പൊ സർജറി കഴിഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞ ഒരാള് ചിലപ്പോ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോ എന്താണ് അയാൾക്ക് ചിലപ്പോ മരിക്കാനുള്ള കാരണമായേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ വന്നേക്കും. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത്തരം ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഈ ഇൻഫോംഡ് കൺസേൺഡ് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പലതരത്തിലും അവർക്ക് ഉപകാരമാണ്. കാരണം വെച്ചാല് എന്തെങ്കിലും തരത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വ്യക്തമായിട്ട് അറിയിച്ചു കൊണ്ടിട്ടാണ് അവരെ കൊണ്ട് ആ പ്രൊസീജിയർ ചെയ്യിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ അതൊരു ലോ ആണ്. ലോയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ് അത് നിയമമാണ്, അല്ലെ? നിയമമായത് കൊണ്ട് തന്നെ അതൊരു സംരക്ഷണമാണ്. രോഗിക്കും പേഷ്യന്റിനും ഒരേപോലെ തന്നെയാണ് എന്ത് ഇൻഫോംഡ് കൺസെന്റ് ആ ഒരു സംരക്ഷണം ലീഗലി കിട്ടുന്നത്. ഇനി അത് മാത്രമല്ല, when a patient agree to a treatment, they must sign paperwork indicating they understand the risk, and agreeing doctors can take specific life-saving measure if needed. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളില് കുറെ പറഞ്ഞു എന്തൊക്കെ റിസ്കിനെ കുറിച്ചിട്ടായിരിക്കും അതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ റിസ്കുകൾ മാത്രമല്ല വേറൊരു കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് പേഷ്യന്റിന്റെ രോഗത്തിന്റെ റിസ്കിന് മാത്രമല്ല സൂചിപ്പിക്കുന്നത്, വേറെ എന്തൊക്കെയാണ്? സ്പെസിഫിക് ലൈഫ് സേവിംഗ് മെഷേഴ്സ് ഇഫ് നീഡഡ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക് ലൈഫ് സേവിംഗ് മെഷർ ഇഫ് നീഡഡ് എന്ന് പറയുന്നത് അതായത് ഈ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് രോഗിക്ക് അപകട സാധ്യതകൾ വന്നു കഴിഞ്ഞാല് ജീവൻ രക്ഷിക്കാനുള്ള, അല്ലെ, ജീവൻ രക്ഷിക്കാനുള്ള എക്സ്ട്രാ മെഷേഴ്സ് സ്വീകരിക്കാമെന്ന് അവിടെ ആര് വാക്ക് തരുന്നുണ്ട്? ആര് വാക്ക് കൊടുക്കുന്നുണ്ട്? ഡോക്ടേഴ്സും അവിടെ സമ്മതിക്കുന്നുണ്ട്, കേട്ടോ. ഒരു രോഗിയുടെ ഡീറ്റെയിൽസിൽ റിസ്കും ബെനിഫിറ്റ്സും മാത്രമല്ല അവിടെ എഴുതപ്പെടുന്നത്. അതായത് അപകട സാധ്യത വർദ്ധിച്ചു കഴിഞ്ഞാല് സ്പെസിഫിക് ആളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്ത് മാർഗവും സ്വീകരിക്കാം എന്ന് കൂടി ഡോക്ടേഴ്സ് അവിടെ അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അതായത് ഡോക്ടർമാർക്ക് പ്രത്യേകമായിട്ട് ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കും എന്ന് കൂടി ആ കൺസേൺസിൽ രേഖപ്പെടുത്തുന്നുണ്ട്, കേട്ടോ. അത് നമ്മളത് പറഞ്ഞില്ല, അല്ലെ? ഒരു പോയിന്റ് വിട്ടുപോയതാണ് കേട്ടോ, ആദ്യമേ പറയേണ്ടിയായിരുന്നു. മനസ്സിലായോ പറഞ്ഞത്?
ഒരു രോഗി മരിക്കുമെന്ന് നോക്കി നിൽക്കുകയല്ല ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. എന്താണ്? അപകട സാധ്യത കൂടിക്കഴിഞ്ഞാൽ രക്ഷിക്കാനായിട്ട് മറ്റെന്ത് നടപടികളുണ്ട് അതുകൂടി അവർ സ്വീകരിക്കും എന്ന് വാക്കാൽ അവരവിടെ സമ്മതം മൂളിയിട്ടുണ്ട്. ഡോക്ടേഴ്സിന്റെ കൂടി രേഖപ്പെടുത്തൽ അതിലുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതിന്റെ ഉറപ്പും കൂടി കൂടിയിട്ടാണ് ബാക്കി എല്ലാവരും ഈ കൺസേണില് ഒപ്പിടുന്നത്. ഇതിപ്പോ നിങ്ങളുടെ സി സെക്ഷൻ ആണെങ്കിൽ കൂടി എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഞങ്ങൾ അതിന്റെ മെഷേഴ്സ് സ്വീകരിക്കും എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സി സെക്ഷന്റെ കൺസേൺ വായിച്ചവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഈ കൺസേണിന് ഇത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ കൺസേണിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. To work effectively, informed concern must allow patient to make the decision suitable for them. അല്ലെ, ഇൻഫോംഡ് കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസിന് അവർക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും, സൂട്ടബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇൻഫോംഡ് കൺസേൺസ് ഉപയോഗിക്കുന്നത്. This means medical professionals must offer enough information to patients to enable them to make a choice and provide enough time. Where possible, patient does not feel pressured. Pain, medication and some medical conditions can affect judgment and understanding, so doctors must consider these factors when seeking consent from a patient. Okay. അപ്പോ മെഡിക്കൽ പ്രൊഫഷണൽസ് എന്താണ് അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെയാണ് ഇവരിൽ നിന്ന് ഒരിക്കലും പ്രഷർ ചെയ്തിട്ടെല്ലാം ഒരു കൺസേൺ നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അതായത് അവർക്ക് ആവശ്യത്തിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വരെ എടുക്കാനുള്ള ഒരു കണ്ടീഷൻ നോക്കിയിട്ടല്ലേ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു സമയം വരെ കൊടുത്തിട്ടാണ് പേഷ്യൻസിന് നമ്മൾ ഈ ഒരു സമയം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് എന്താണ് അത് തീരുമാനിക്കാനുള്ള ഒരു സമയം കൂടി ഇനഫ് ആയിട്ടുള്ള സമയം തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി രോഗിയിൽ നിന്ന് വ്യക്തമായിട്ടൊരു സമ്മതം നേടാ എന്നുള്ളത് ഒരു ഡോക്ടറിന്റെ എന്താണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല എന്താണ് ഡോക്ടർ മസ്റ്റ് കൺസിഡർ ദിസ് ഫാക്ടേഴ്സ് വെൻ സീക്കിംഗ്. മാത്രമല്ല ഇനി ചില സിറ്റുവേഷൻസ് നമ്മൾ എത്രത്തോളം സമ്മതങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പോലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വന്നെന്നിരിക്കാം. എന്നാൽ പോലും എന്താണ് നമ്മൾ രോഗിയിൽ നിന്ന് പൂർണ്ണമായി രോഗിയുടെ അവസ്ഥകൾ പൂർണ്ണമായി വിശദീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കുള്ളൂ ആ ഡോക്ടർ എന്ത് വാങ്ങിക്കുന്നത്, ആ രോഗിയിൽ നിന്ന് സമ്മതം വാങ്ങിക്കുന്നത്. ഓക്കെ, അതായത് അവർക്ക് ആവശ്യത്തിനുള്ള സമയവും കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ചോയ്സസ് എടുക്കാനുള്ള സമയവും കൊടുക്കുന്നുണ്ട്. എല്ലാം അനുവദിച്ചതിന് ശേഷം മാത്രമാണ് ആ പ്രൊസീജിയറിൽ അവരോട് ഒപ്പിടാനായിട്ട് അവിടെ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്തരം പോസിബിലിറ്റീസും കൂടി ഇൻഫോംഡ് കൺസേൺസിൽ നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ഈ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? To work effectively, suitable for them. ഈ ഒരു രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ്, അപ്പൊ നമ്മള് കൺസേണുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും എല്ലാ കോണ്ടെക്സ്റ്റും അതിന്റെ ഇമ്പോർട്ടൻസ് വരെയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. കൺസേൺ എന്ന ഭാഗം അല്ലെങ്കിൽ സമ്മതം എന്ന ഒരു ഭാഗം അവസാനിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഡിപ്ലോമയില്. പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് പബ്ലിക് റിലേഷൻ, ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്? എന്താണ് അവരുടെ ഡ്യൂട്ടി? മീഡിയ ആണ് അല്ലെ, ഒരു പബ്ലിസിറ്റി ആണ് ശരിക്കും പറഞ്ഞ അല്ലെ. ഓക്കെ,
ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഏറ്റവും പ്രമോഷൻ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് എന്ത് ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ. അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതെ, യെസ്. മാത്രമല്ല എന്താണ് ഹോസ്പിറ്റലിൽ ഏറ്റവും വിശ്വാസം വളർത്തുന്നത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻസിലേക്ക് വിശ്വാസം, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പേഷ്യൻസുമായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. The high cost of service at hospitals, the competition between the public service institution and private sector, raising the awareness of the public on the diseases, demand concentration on public relation service heavily. Public relations include the users and peer groups outlook, which molded by factors like satisfaction in terms of service provided and attitude of the hospital personnel. Rapidly changing trends and concepts, advertising, marketing strategies, along with the age social media, which has an open widespread reach. Establishing a specialized, the public relation department has now become mandatory. Not only does it help the hospital organization achieve its socio-economic goals, but also help patients' well-being, speedy recovery. To be successful, you need a well-considered public relations plan and complete with ethical, appropriate, and proven strategies. Okay. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ പേഷ്യൻസും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പബ്ലിക്കിന് അല്ലെങ്കിൽ എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. വരുന്ന പേഷ്യൻസിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് വേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രത്യേകമായ ലക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല എന്താണ് ഹോസ്പിറ്റലിലെ ഒരു ചെലവ് കൈകാര്യം, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ചെലവ് കൈകാര്യം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് പ്രൈവറ്റ് മേഖലയിൽ ഇവര് നല്ല രീതിയിൽ മത്സരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സിന്റെ ഇടയിൽ നല്ല രീതിയിൽ ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല എന്താണ് സോഷ്യൽ മീഡിയ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഒരു സോഷ്യൽ മീഡിയനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മാത്രമല്ല എന്താണ് ഇനി രോഗികൾക്ക് ഏത് തരത്തിലുള്ള സഹായത്തിനും അല്ലെ, അതിന് മാൻഡേറ്ററി ആണ് അത്. രോഗികൾക്ക് ഏത് തരത്തിലുള്ള സഹായത്തിന്, അതായത് പേഷ്യൻസിന് ഒരു സ്പീഡി റിക്കവറി വരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിന്റെ എയിംസ് വരെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിനും ഏറ്റവും വലിയൊരു പങ്കാണ് ആര് വഹിക്കുന്നത്, ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് വഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ പുത്തൻ പ്രവണത, ഒരു ട്രെൻഡ് തന്നെയാണ് എന്ത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ കാര്യത്തില് ഈ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലുള്ള ഒരു പങ്കാണ് വഹിക്കുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ പറഞ്ഞത്? നമ്മള് ഹോസ്പിറ്റൽസിൽ കാണുന്ന പുത്തൻ ട്രെൻഡ്സുകൾ, പാക്കേജസ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പുത്തൻ പ്രവണതകൾ, ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു പ്രൊമോഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് വഴിയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് എന്താ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മീഡിയയുടെ സപ്പോർട്ട് അല്ലെ, മീഡിയയുടെ ഒരു നല്ല രീതിയിലുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോപ്പുലാരിറ്റി കൂട്ടുന്ന തരത്തിലുള്ള സർവീസസ് ആണ് ഇവരിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഹോസ്പിറ്റലിന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻഷിപ്പ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ പോകരുത്.
നിങ്ങളോട് ഞാൻ ഇന്നലെ ഈ 3 കാര്യങ്ങള് നിങ്ങളിത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. ഈ 3 പോയിന്റ്സ് ലീഗൽ ആയിട്ട് വരുന്നതും എത്തിക്കൽ ആയിട്ട് വരുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഈ പോയിന്റ്സ് ഇല്ലേ, അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണേ. മീൻസ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആണെന്നൊന്ന് ടിക്ക് ചെയ്തിട്ട് ഇതിന് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, അത് പഠിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ 3 ഇയേഴ്സും നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. 3 ഇയറുകളും 14, 15 ആൻഡ് 75. ഈ പറയുന്ന അനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി, എല്ലാം കൂടി വാരി വലിച്ചു പഠിക്കണ്ട. പിന്നെ നമ്മുടെ മെഡിക്കൽ ജനറൽ ഗൈഡ് ലൈൻസ്, MCIയുടെ ഗൈഡ് ലൈൻസിന്റെ 3 പോയിന്റ്സുകൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 1, 2, 3 ഈ 3 പോയിന്റ്സ് ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. Then കൺസേൺ അല്ലെങ്കിൽ സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഓട്ടോണമി എന്ന റൈറ്റ്സ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 21. ഓക്കെ യെസ് ഓക്കെ, അത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കണം. പിന്നെ ബാക്കി ഞാൻ ചാപ്റ്റർ തീരുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.